ഇന്നത്തെ ടോപ്പിക് ബിയോണ്ട് ദി ഐ എന്നാണ്. ട്രേസിങ് ദ സോഴ്സ്. ബിയോണ്ട് ദി ഐ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നതിനപ്പുറം ആ ഒരു ഉറവിടുണ്ടല്ലോ, അത് കണ്ടെത്തുക എന്നുള്ളതാണ്. ഞാൻ എന്ന ഒരു അനുഭവം നമുക്കെല്ലാവർക്കും ഉണ്ട്. ഒരാൾക്ക് പോലും ഞാൻ എന്ന അനുഭവം ഇല്ലാതില്ല. ആ ഞാൻ എന്ന അനുഭവത്തിന് ഒരു സോഴ്സ് ഉണ്ട്, ഉറവിടമുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് രമണ മഹർഷിയുടെ ടീച്ചിങ്സ് എന്ന് പറഞ്ഞാൽ ഹ്യൂമാനിറ്റിക്ക് ലഭിക്കാൻ കഴിയുന്നതിൽ ഏറ്റവും ഹയ്യസ്റ്റ് ആയിട്ടുള്ള ടീച്ചിങ്സാണ്. നമുക്കൊരു കാര്യം പറയാം, ഇറ്റ് കനോട്ട് ബി ഗിവൺ ടു എവ്രി വൺ. എല്ലാവർക്കും പറഞ്ഞാൽ അത് മനസ്സിലാവില്ല, താല്പര്യം ഉണ്ടാവില്ല. ഇറ്റ് ഈസ് നോട്ട് അണ്ടർസ്റ്റുഡ് ബൈ എവ്രി വൺ. ആർക്കാണ് ഇത് ശരിക്കും ലഭിക്കുന്നത്? ആരാണോ റെഡി ആയിട്ടുള്ളത് അവർക്കാണ് ലഭിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതാനുഭവങ്ങളിലൂടെ നമ്മൾ പല പല വഴികളിലേക്കും പോയി അങ്ങനെ നമുക്ക് മനസ്സിലാവുകയാണ്, ഇവിടെയൊന്നും എനിക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയില്ല. സന്തോഷവും സമാധാനവും ആനന്ദവും എനിക്ക് ശരിക്കും ലഭിക്കണമെങ്കിൽ ഞാൻ മറ്റൊരു ദിക്കിലേക്ക് തിരിയണം. ആ ദിക്ക് എന്ന് പറയുന്നത് ബിയോണ്ട് ദി ഐ ആണ്, ഞാൻ എന്നതിനപ്പുറമാണ്. ആ സോഴ്സിലേക്കാണ് നമ്മളെല്ലാ സെഷൻസിലും കടക്കാൻ ശ്രമിക്കുന്നത്. സോ ദ വൺസ് ഹു ആർ റെഡി വിൽ ഗെറ്റ് ഇറ്റ്. അപ്പോൾ അതിന് ഓപ്പൺ മൈൻഡഡ്നെസ് വളരെ ആവശ്യമാണ്. സെൽഫ് എൻക്വയറിയാണ് നമ്മുടെ വിഷയം, ആത്മവിചാരം. ഞാൻ എന്താണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു, അതിനെ സൂക്ഷ്മമായി അറിയുന്ന ഒരു പ്രക്രിയയാണ് ആത്മവിചാരം. നമുക്കെല്ലാവർക്കും ഞാൻ എന്ന അനുഭവം ഉണ്ട് എന്ന് പറഞ്ഞു. ആ ഞാൻ എന്ന അനുഭവം എന്തായാണ് നമുക്ക് തോന്നുന്നത്, അറിയുന്നത്, ആ അറിവിനെ ശരിക്ക് പരിശോധിക്കുന്ന ഒരു പ്രക്രിയയാണ് സെൽഫ് എൻക്വയറി അല്ലെങ്കിൽ ആത്മവിചാരം. ഇവിടെ സെൽഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈഗോ ആണ്. ഞാൻ ഇന്നവൻ, ഞാൻ ഇന്നവൾ എന്ന് നമ്മൾ പറയാറില്ലേ, അതാണ് ശരിക്കും ഈഗോ. നമ്മുടെ ഒരു വ്യക്തി രൂപമാണ് ശരിക്കും ഞാൻ. അഹങ്കാരം എന്നോ വ്യക്തിഭാവം എന്നൊക്കെ പറയാം. അതാണ് നമ്മൾ ശരിക്കും അന്വേഷിക്കുന്നത്. ഇത് തിരിച്ചറിയണമെങ്കിൽ എന്ത് വേണം? വിവേകം. നമ്മൾ പഠിച്ചു, വിവേകം വേണം. ഞാൻ എന്ന അഹങ്കാരത്തിനെ വിവേചിച്ചറിയാനുള്ള ഒരു കഴിവ്, എങ്കിലേ നമുക്ക് അവിടേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഓരോ സെഷനും ഓരോ മെഡിറ്റേഷനും നമ്മൾ വേറെ എവിടേക്കുമല്ല പോകുന്നത്, നമ്മുടെ ഉള്ളിലേക്കാണ്. അതാണ് ഈ പ്രോസസ്സ് ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് പോകാൻ കാരണം. ഒരാൾക്ക് പോലും മറ്റൊരു ദിക്കിലേക്ക് പോകേണ്ട കാര്യമില്ല, അവനവനിലേക്ക് പോയാൽ മതി. സോ ഇറ്റ് ഈസ് വെരി ഈസി. ഈസി എന്ന് പറയാനുള്ള കാരണം നമ്മളോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നത് നമ്മൾ തന്നെയാണ്. മറ്റെല്ലാ വസ്തുക്കളും നമുക്ക് പുറത്താണ്. ഈ ഞാൻ എന്ന ആ ഒരു സ്ഫുരണയുണ്ടല്ലോ ഉള്ളിൽ, അതാണല്ലോ എനിക്ക് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും ഈ ഞാൻ എന്നുള്ള സ്ഫുരണയാണ് ഏറ്റവും അടുത്തുള്ളത്. അപ്പോൾ ഇതൊരു ഡയറക്റ്റ് ആയിട്ടുള്ള പാത്താണ്. നേരെ നമുക്ക് അവിടേക്ക് തിരിയാൻ ഒരു വിഷമവും ഇല്ല. ശ്രീരമണ മഹർഷിയുടെ ടീച്ചിങ്സ് തുറന്ന മനസ്സോടെ കേട്ടാൽ മതി. പക്ഷേ ഈ വിചാരം ചെയ്യുന്ന സമയത്ത് പലർക്കും പല വിഷമങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ആദ്യം കോമൺ മിസ്റ്റേക്സ് ടു അവോയ്ഡ് നോക്കാം. സാധാരണഗതിയിൽ നമ്മൾ ഈ വിചാരം ചെയ്യുമ്പോൾ പല അനുഭവങ്ങളും നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്, ഇതാണ് അത് എന്ന്. അപ്പോൾ ആ ഒരു അറിവ് ചിലപ്പോൾ ശരിയല്ല എങ്കിൽ നമ്മൾ തെറ്റായ സ്ഥലത്തായിരിക്കും പിടിച്ചു നിൽക്കുക. ഓഫ് കോഴ്സ് മഹർഷിയുടെ ടീച്ചിങ്സിലൊന്നും അവോയ്ഡൻസ് അല്ല കേട്ടോ പറയുന്നത്, കൃത്യമായിട്ട് വിചാരം ചെയ്തിട്ട് പോയിന്റിലേക്ക് പോകാനാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്ലൈഡ് കണ്ടു കഴിഞ്ഞ ശേഷം നമുക്ക് വിചാരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളിവിടെ തെറ്റായ സ്ഥലങ്ങളിലൊന്നും നിന്ന് പോകില്ല. ആദ്യത്തെ കാര്യം, ഡു നോട്ട് ലുക്ക് ഫോർ എ സ്പെഷ്യൽ എക്സ്പീരിയൻസ് എന്നാണ്. ഒരു പ്രത്യേക അനുഭവം തേടിപ്പോകരുത്. വിചാരം ചെയ്യുന്ന സമയത്ത് ഒരു പ്രത്യേകമായ അനുഭവം നിങ്ങളുടെ മനസ്സിൽ ഉണ്ട് എങ്കിൽ ആ അനുഭവം ഒരിക്കലും തേടിപ്പോകരുത്. തേടിപ്പോയാൽ നിങ്ങൾക്ക് വിചാരം കൃത്യമായ ദിക്കിലേക്ക് എത്തില്ല. പല സീക്കേഴ്സിൻ്റെ ഒരു പ്രോബ്ലമാണിത്. അവർ ശരിക്കും കണ്ടീഷൻഡാണ്. പല സ്ഥലങ്ങളിലും പലതും വായിച്ചിട്ട്, പുസ്തകങ്ങളിൽ വായിച്ചിട്ട്, പലരും പറഞ്ഞ് കേട്ടിട്ട്. ചിലർക്ക് കാണേണ്ടത് ഫ്ലാഷസ് ഓഫ് ലൈറ്റാണ്, പ്രകാശം കാണണം. അത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് എല്ലാം ആയി. മെഡിറ്റേഷൻ എനിക്ക് വലിയൊരു പ്രകാശം കാണാൻ സാധിച്ചു, അതിൻ്റെ അനുഭൂതി പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണെന്നൊക്കെ പലരും പറയാറുണ്ട്. ചിലർക്ക് വേണ്ടത് ആനന്ദത്തിൻ്റെ അനുഭവമാണ്, ഇൻറ്റൻസ് ആയിട്ടുള്ള ബ്ലിസ്. അത് തേടിയാണ് പോകുന്നത്. അത് കിട്ടിയോ 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 എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കും. ചിലർക്ക് വേണ്ടത് ഓൾട്ടേർഡ് സ്റ്റേറ്റ്സ് ഓഫ് കോൺഷ്യസ്നെസ്. നമ്മുടെ ബോധമുണ്ടല്ലോ, നമ്മളെല്ലാവരും കോൺഷ്യസ് ബീയിങ്സ് ആണല്ലേ, അതിൻ്റെ മറ്റൊരിടത്തേക്ക് നമ്മൾ പോയ ശേഷം പലതും അറിയാനുള്ള ഒരു ജിജ്ഞാസ. ഇതെല്ലാമാണ് അവർ ഒരു കൺഫർമേഷനായിട്ട് പറയുന്നത്. ഞാൻ അവിടെ എത്തി എന്നുള്ളത് കൺഫർമേഷനാണ്.
എന്നാൽ അതൊന്നുമല്ല. ഇതെല്ലാം നിങ്ങൾ തേടിപ്പോകുന്ന അനുഭവങ്ങൾ മാത്രമാണ്. ദിസ് ഇസ് നോട്ട് ഇറ്റ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നമ്മൾ അന്വേഷിക്കുന്നത്? ഇതെല്ലാം ഒരു ആഗ്രഹമല്ലേ? തീർച്ചയായും. ആഗ്രഹങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? വാസനയിൽ നിന്നാണ് വരുന്നത്. വാസനകളിൽ നിന്നും വരുന്ന ആഗ്രഹങ്ങളാണ് നമ്മളെ പലതിലേക്കും പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൊന്നാണ് ഈ വിചാരം ചെയ്യുന്ന സമയത്ത് ഇന്ന അനുഭവം എനിക്ക് വേണം, ഇത് കിട്ടിയാലേ അത് എത്തിയെന്ന് പറയാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയാനുള്ള ഒരു കാരണം. ബട്ട് ദാറ്റ് ഈസ് നോട്ട് കറക്റ്റ്. സത്യം എന്താണ്? യു ആർ യുവർ സെൽഫ്. ഇത് വളരെ നാച്ചുറൽ ആയിട്ടുള്ളൊരു ഫിനോമിനനാണ് അല്ലേ? സെൽഫ് എൻക്വയറി ഈസ് അബൌട്ട് വാട്ട് യു ആർ, മറ്റൊന്നുമല്ല. ഈ പറയുന്ന അനുഭവം പോലും നമുക്ക് പുറത്തായിരിക്കാം. അപ്പോൾ ഈ അനുഭവം തേടിയുള്ള യാത്ര നമ്മളെ തെറ്റായ മാർഗത്തിലേക്ക് എത്തിക്കും. സോ ഡു നോട്ട് ലുക്ക് ഫോർ എ സ്പെഷ്യൽ എക്സ്പീരിയൻസ്. ആത്മവിചാരം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ഗെയിനിങ് എനിത്തിങ് ന്യൂ. പുതിയ ഒരു സംഗതി നേടാനുള്ള ഒരു യാത്രയേ അല്ല. പിന്നെന്താണ്? ഈ യാത്രയിൽ നമ്മുടെ ഈ തെറ്റിദ്ധാരണകളുണ്ടല്ലോ, അത് വരുന്ന എവിടുന്ന? ഇഗ്നോറൻസിൽ നിന്നാണ്, അറിവില്ലായ്മയിൽ നിന്നാണ്. അറിവില്ലായ്മയിൽ നിന്നും ഉണ്ടാകുന്ന തെറ്റിദ്ധാരണകളെല്ലാം ഒഴിവാക്കാനുള്ള ഒരു പ്രോസസ്സാണ്. കാരണം ഇതെല്ലാമാണ് ശരിക്കും നമ്മുടെ സത്യത്തെ ഒബ്സ്ക്യൂർ ചെയ്യുന്നത്, മറച്ചു വയ്ക്കുന്നത്, മൂടി വച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മൂടി വച്ചിരിക്കുന്ന സംഗതികളെല്ലാം നമ്മൾ ഓരോന്നോരോന്നായി അഴിച്ച് അപ്പോഴേ നമുക്ക് നമ്മളെ കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഏത് തരത്തിലുള്ള ഒരു അനുഭവം നിങ്ങൾക്കുണ്ടായാലും ആ അനുഭവത്തിൽ പിടിച്ചു നിൽക്കരുത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന അനുഭവമായാലും ശരി, അവിടെ പിടിച്ച് നിൽക്കരുത്. ഒരു ചിന്തയായിരിക്കാം, ഒരു പ്രകാശമായിരിക്കാം, ഒരു സെൻസേഷനായിരിക്കാം. ആർക്കാണ് ഇതെല്ലാം ഉണ്ടാകുന്നത് എന്ന് അന്വേഷിക്കണം. കാരണം നിങ്ങൾ എന്തെങ്കിലും അനുഭവിച്ചു എങ്കിൽ അനുഭവസ്ഥൻ അവിടെയുണ്ട്, വിച്ച് മീൻസ് ഈഗോ അവിടെയുണ്ട്. അപ്പോൾ വീണ്ടും നമുക്കുള്ളിലേക്ക് പോകണം. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഡു നോട്ട് ലുക്ക് ഫോർ എ സ്പെഷ്യൽ എക്സ്പീരിയൻസ്. ഒരു പ്രത്യേക അനുഭവം ഒരിക്കലും തേടി പോകരുത്. ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആയല്ലോ. 2, ഡു നോട്ട് ട്രൈ ടു സ്റ്റോപ്പ് തോട്ട്സ്. ചിന്തകളെ നിർത്താൻ ശ്രമിക്കരുത്. നമ്മളുടെ ഈ ഒരു മാർഗം എന്ന് പറയുന്നത് ചിന്തകളെ പിടിച്ചു വയ്ക്കുന്ന ഒരു മാർഗമല്ല. ചിന്തകൾ വന്നുകൊണ്ടിരിക്കും. തോട്ട്സ് വിൽ കീപ്പ് ഓൺ കമ്മിങ്, തോട്ട്സ് വിൽ കണ്ടിന്യൂ. ഒരിക്കലും മനസ്സിനെ സൈലൻറ്റ് ആക്കാൻ ശ്രമിക്കരുത്. ഡു നോട്ട് ട്രൈ ടു സൈലൻസ് യുവർ മൈൻഡ്. പലരും ചെയ്യുന്ന ഒരു കാര്യമാണതല്ലേ. പലതരം മെഡിറ്റേഷൻസ് പ്രാക്ടീസ് ചെയ്യുന്നവർ ഈ കൂട്ടത്തിലൊക്കെ ഉണ്ടാവും. അവരെന്താ ചെയ്യുക? അവർ ചിന്തകളെ പിടിച്ചു നിർത്താൻ നോക്കും. എന്നിട്ടൊരു ബ്ലാങ്ക്നെസ് അവർക്ക് കാണണം, ഒരു എംപ്റ്റിനെസ് അവർക്ക് കാണണം, ഒരു ശൂന്യതയാണ് അവർ തേടിപ്പോകുന്നത്. ഇതൊന്നുമല്ല ഞാൻ. സോ നമ്മൾ ഈ സംഗതികളുമായുള്ളൊരു ബന്ധമുണ്ടല്ലോ, റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, അത് മാറ്റിയേ പറ്റൂ. എല്ലാം വന്നോട്ടെ. ഇതൊന്നുമല്ല നമ്മുടെ വഴി. നമുക്ക് മറ്റൊരു ദിക്കിലേക്കാണ് പോകാനുള്ളത്. ഒന്നിനെയും പിടിച്ചു നിർത്താൻ ശ്രമിക്കേണ്ട. സെൽഫ് എന്ന് പറയുന്നത് ബ്ലാങ്ക്നെസ് അല്ല. സെൽഫ് എന്ന് പറയുന്നത് ആക്ച്വലി ഫുൾനെസ് ആണ്. എല്ലാമാണ്. അപ്പോൾ ഒന്നും പ്രത്യേക രീതിയിൽ നമ്മൾ കാണാൻ ശ്രമിക്കേണ്ട കാര്യമില്ല. സച്ചിദാനന്ദ എന്ന് പറയുമല്ലോ അല്ലേ, അതെല്ലാമാണ്. സോ ഡു നോട്ട് ട്രൈ ടു സ്റ്റോപ്പ് എനിത്തിങ്. അപ്പോൾ മനസ്സ് അഥവാ ഒന്ന് സൈലൻ്റായി എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അവിടെയും അന്വേഷണം കൊണ്ടുപോകണം. കാരണം ആ സൈലൻ്റായ മനസ്സിനെ കാണുന്നവനും അല്ലെങ്കിൽ കാണുന്നവളും അവിടെ ഉണ്ടല്ലോ. അതാണ് ഈഗോ. വീണ്ടും ഉള്ളിലേക്ക് നമ്മൾ തിരിയണം. യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ സബ്സ്ട്രാറ്റം ഓഫ് ദാറ്റ് വിറ്റ്നസ് ഹൂ ഈസ് വിറ്റ്നസിങ് ബ്ലാങ്ക്നെസ്, അല്ലെങ്കിൽ ഹൂ ഈസ് എക്സ്പീരിയൻസിങ് സൈലൻസ്. 3, ഡു നോട്ട് മേക്ക് ഇറ്റ് എ മെൻ്റൽ മന്ത്ര. ഹൂ എം ഐ എന്ന പ്രോസസ്സ് മന്ത്രമല്ല. മനസ്സുകൊണ്ടുള്ളൊരു മന്ത്രം ആക്കി മാറ്റരുത് ഹൂ എം ഐ. ഇതൊരു വെർബൽ സ്റ്റേറ്റ്മെൻറ്റേ അല്ല ഹൂ എം ഐ. ഇതൊരു ജപമല്ല. ഇത് ചോദിക്കുമ്പോൾ, അന്വേഷിക്കുമ്പോൾ ഇതിൽ നിന്നും ഒന്നും പ്രത്യേകിച്ച് നമുക്ക് ലഭിക്കില്ല ഉത്തരമായി. ഓക്കെ, സോ ദിസ് ഈസ് നോട്ട് എ ക്വസ്റ്റ്യൻ വേർ യു സീക്ക് ആൻ ആൻസർ. ഉത്തരം തേടുന്ന ഒരു ചോദ്യം അല്ല ഹൂ എം ഐ. ഹൂ എം ഐ എന്ന് പറയുന്നത് ശരിക്കും ഒരു അറ്റൻഷനാണ്. ഈ അറ്റൻഷൻ ഡയറക്റ്റ് ചെയ്യപ്പെടുന്നത് എവിടേക്കാണ്? സോഴ്സിലേക്കാണ്. എവിടെ നിന്നാണോ ഈ ഞാൻ എന്ന സ്ഫുരണ ഉത്ഭവിക്കുന്നത് അവിടേക്ക് ശ്രദ്ധയെ തിരിക്കാനുള്ള ഒരു ഉപകരണം മാത്രമാണ് ഹൂ എം ഐ. അപ്പോൾ ഇവിടെ എന്താ വേണ്ടത്? നമ്മൾ അന്തർമുഖമായി ഉള്ളിലേക്ക് തിരികെ വേണ്ടത്, ടേണിങ് ഇൻവേർഡ്. ഹൂ എം ഐ എന്ന ഒരു ടൂൾ ഉപയോഗിച്ച് നമ്മൾ
മനസ്സിലൊന്നും പറയാതെ ഉള്ളിലേക്ക് നമ്മൾ തിരിയുകയാണ് ചെയ്യുന്നത്. ഈ ടൂളിൻ്റെ ആവശ്യം കഴിഞ്ഞാൽ നമ്മളത് ഡ്രോപ്പ് ചെയ്യും, പിന്നെ അത് പറഞ്ഞുകൊണ്ടിരിക്കില്ല. വൺസ് യു ആർ ഏബിൾ ടു ടേൺ ഇൻ വേർഡ് ആൻഡ് റീച്ച് യുവർ ഹാർട്ട്, യു ക്യാൻ സിംപ്ലി ഡിസ്കാർഡ് എവറിത്തിങ്. പിന്നെ അവിടെ നമുക്ക് ആ ഹൃദയത്തിൽ നമ്മൾ അവിടെ നിന്നാൽ മതി. ആത്മനിഷ്ഠ, ഫേംലി ഫിക്സിങ് യുവർ അറ്റൻഷൻ ഇൻ ദ സെൻസ് ഓഫ് യുവർ ബീയിങ്. വേറൊന്നും ആവശ്യമില്ല. ഓക്കെ, സോ ഇതൊരു മന്ത്രയല്ല എന്ന് മനസ്സിലാക്കണം. 4, ഡു നോട്ട് ഫോക്കസ് ഓൺ എ പെർട്ടിക്കുലർ ലൊക്കേഷൻ. ഒരു പ്രത്യേക സ്ഥലത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കരുത്. കാരണം ഏതൊരു സ്ഥലത്താണോ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അത് ഒന്നുകിൽ സെക്കൻഡ് പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ തേർഡ് പേഴ്സൺ ആയിരിക്കാം. കണ്ണ് തുറന്നിട്ടാണ് വെച്ചാൽ ശ്രദ്ധ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ സെക്കൻഡ് പേഴ്സണായി. കണ്ണടച്ചിട്ടാണ് മനസ്സിലാണ് എന്തെങ്കിലും കാണുന്നത്, തേർഡ് പേഴ്സണായി. ഈ സെക്കൻഡ് പേഴ്സണെയും തേർഡ് പേഴ്സണെയും അറിയുന്നവൾ അതാരാണ്? അവിടേക്കാണ് നമ്മൾ ശ്രദ്ധയെ കൊണ്ടുപോകേണ്ടത്. ഒരു പ്രത്യേക ലൊക്കേഷനിൽ ഫോക്കസ് വെച്ച് കഴിഞ്ഞാൽ അത് ലഭിക്കില്ല. പലപ്പോഴും ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാനുള്ളൊരു കാരണം, മറ്റ് പല മെഡിറ്റേഷൻ പ്രോട്ടോകോൾസിലും നമ്മൾ പോയ ശേഷം പല ചക്രയിൽ നമ്മൾ ഫോക്കസ് ചെയ്യും. ആജ്ഞാചക്ര, അല്ലേ, അനാഹത ചക്ര. മഹർഷിയും പറയുന്നുണ്ട് ഹൃദയത്തിലാണ് ശരി, എന്നാൽ ശ്രദ്ധയെ നമുക്ക് അനാഹത ചക്രയിലേക്ക് കൊണ്ടുപോകാം. നോ, ഇതെല്ലാം ബോഡീസാണ്. 5 തരം കോശങ്ങളാണല്ലോ ശരീരം എന്ന് മഹർഷി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ശ്രദ്ധയെ എവിടെ വെച്ചാലും അതൊരു കോശത്തിലായിരിക്കും. ഈ കോശം നമുക്ക് പുറത്താണ്, ഉള്ളിലല്ല. അപ്പോൾ എവിടെ ശ്രദ്ധ വെച്ച് കഴിഞ്ഞാലും ശരിയല്ല. മഹർഷി പോലും ഈ ഹാർട്ട് സെൻറ്റർ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഈ ഫിസിക്കലായിട്ടുള്ള ഹാർട്ടല്ല. ഹാർട്ട് എന്ന് മഹർഷി പ്രയോഗിക്കുന്നത് സ്പിരിച്വൽ കോറായിട്ടാണ്. ഇറ്റ് ഈസ് ദി സെൻറ്റർ ഓഫ് അവർ കോൺഷ്യസ്നെസ്. ഈ ഐ തോട്ട് ഉണ്ടല്ലോ, ഈ ഞാൻ എന്ന പ്രഥമ ചിന്ത എവിടെ നിന്ന് ഉദിക്കുന്നു, ആ പോയിൻ്റാണ് ശരിക്കും ഹൃദയം. അപ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ ശ്രദ്ധ കൊണ്ടുപോയത് കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. ദി ഐ സെൻറ്റർ ദറ്റ് യു ആർ ഫോക്കസിങ് ഓൺ ഈസ് ദി സോഴ്സ് ഓഫ് അവെയർനെസ്. ബോധത്തിൻ്റെ സോഴ്സാണ് ശരിക്കും, പോയിൻ്റാണ് ഐ എന്ന് പറയുന്നത്. മറ്റൊരു സ്ഥലത്തേക്കും ശ്രദ്ധ കൊണ്ടുപോകാൻ പാടില്ല. ഓഫ് കോഴ്സ് ഈ പ്രോസസ്സ് നമ്മൾ കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ അറിയാതെ ഹൃദയത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലും, അത് വേറെ വിഷയം. അത് വളരെ നാച്ചുറലായിട്ട് പോകുന്നതാണ്. നമ്മൾ മനഃപൂർവ്വം ശ്രദ്ധയെ ഹൃദയത്തിൽ ഉറപ്പിച്ചു വയ്ക്കുന്ന ഒരു പ്രക്രിയ അല്ല ആത്മവിചാരം. ഓക്കെ. 5, ഡു നോട്ട് എക്സ്പെക്റ്റ് റിസൾട്ട്സ്. ഫലം പ്രതീക്ഷിക്കരുത്. ഡോൺസ് ആണ് കൂടുതലല്ലേ. ഇതിങ്ങനെ പറയാൻ കാരണം എന്താ, കുറേ ആൾക്കാർ ഇംപേഷ്യൻ്റ് ആണല്ലേ. കാരണം അവർക്ക് എത്രയും പെട്ടെന്ന് ഈ അനുഭവം ലഭിക്കണം. ഈ ഒരു റിസൾട്ടിന് വേണ്ടി നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ റിസൾട്ടിന് വേണ്ടി നമുക്ക് ഒന്നും ചെയ്യാനില്ല. മെൻ്റൽ എഫേർട്ട് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രശ്നം? മനസ്സ് വാണ്ടർ ചെയ്യാൻ തുടങ്ങും. ഏതൊരു എക്സ്പെക്റ്റേഷൻ വന്നു കഴിഞ്ഞാലും മനസ്സ് പല ദിക്കിലേക്കും വാണ്ടർ ചെയ്യും. സോ നോ എക്സ്പെക്റ്റേഷൻസ്, കം വാട്ട് മേ, ജസ്റ്റ് ഡു ദ പ്രോസസ്സ്. ഈ മിസ്റ്റേക്സ് എല്ലാം അവോയ്ഡ് ചെയ്തുകൊണ്ട്. ഇവിടെ വേണ്ടത് ശ്രദ്ധയാണല്ലോ, അൺവേവറിങ് ആയിട്ടുള്ള അറ്റൻഷനാണ് വേണ്ടത്. പിന്നെ നമുക്കൊരു പേഷ്യൻസും വേണം ശ്രദ്ധയെ അവിടേക്കുള്ളിലേക്ക് കൊണ്ടുപോകാൻ. നമ്മൾ വളരെ ജാഗ്രതയോടെ ഇരിക്കുന്നു ഹു ആം ഐ എന്നുള്ള അന്വേഷണത്തിൽ. ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ആ ആത്മനിഷ്ഠ ഉണ്ടല്ലോ, നമുക്കത് വന്നോളും. വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വേറൊരു റിസൾട്ട്സും എക്സ്പെക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ആൻഡ് ഫൈനലി, ഡു നോട്ട് ഫിലോസഫൈസ്. തത്വശാസ്ത്രപരമായ ചിന്തയിൽ പലരും കുടുങ്ങിപ്പോകാറുണ്ട്. കാരണം ഇൻ്റലക്ച്വൽസിനാണ് ഈ പ്രോബ്ലം ഉള്ളത്. വായിച്ചറിവുള്ളവർക്ക് അവർ വായിച്ച പല സംഗതിയുമായി അവർ താരതമ്യ ചിന്തനം ചെയ്യും. ഈ പ്രോസസ്സ് നടക്കുമ്പോഴേ പോയില്ലേ കാര്യം. നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം മനസ്സിലാണ്, നമ്മൾ വായിച്ച പുസ്തകങ്ങളെല്ലാം പുറത്താണ്, നമ്മുടെ ഗുരുക്കന്മാർ നമുക്ക് പറഞ്ഞു തന്ന വഴികൾ പോലും മനസ്സിലാണ്. നോക്കൂ, അപ്പോൾ അതെല്ലാം തേടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് തിരിയില്ല. ഇൻ്റലക്ച്വലായിട്ടുള്ള മനസ്സിൻ്റെ ഒരു പ്രത്യേകത, അതിനെപ്പോഴും താല്പര്യമുണ്ട് പലതും ഡിബേറ്റ് ചെയ്യാൻ, പലതും കോൺസെപ്ച്വലൈസ് ചെയ്യാൻ, ഞാൻ അറിഞ്ഞ എൻ്റെ അറിവാണ് ശരിയെന്ന് ബോധ്യപ്പെടുത്താൻ. ഇവിടെ ഞാൻ എന്ന പ്രഥമ ചിന്തയില്ല, അവിടേക്കാണ് ശ്രദ്ധയെ കൊണ്ടുപോകേണ്ടത്. ഞാൻ പഠിച്ച കാര്യം, ഞാൻ അറിഞ്ഞ അറിവ് എന്നുള്ളത് പുറത്താണ്, ഞാനിന്ന് പുറത്താണ്. അപ്പോൾ ഈ ഞാൻ എന്ന പോയിന്റിലേക്ക് ശ്രദ്ധയെ കൊണ്ടുപോകണമെങ്കിൽ ഫിലോസഫി കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. വായിക്കുന്ന സമയത്ത് നമുക്ക് ഇതിനു വേണ്ടി ഉപകരിച്ചേക്കാം, പക്ഷേ ഈ പ്രോസസ്സ് ചെയ്യുമ്പോൾ എവറിത്തിങ് മസ്റ്റ് ബി സെറ്റ് അസൈഡ്. എല്ലാം പുറത്താണ്. ട്രൂത്ത് എവിടെയാണ്? നമ്മുടെ ഉള്ളിലാണ്. ബാക്കിയെല്ലാം നോൺ സെൽഫാണ്, അല്ലെങ്കിൽ നോട്ട് സെൽഫാണ്.
അപ്പോൾ ഹൂ എം ഐ എന്ന എൻക്വയറി ഉപയോഗിച്ച് പ്രാക്ടിക്കലായി നമ്മൾ ശ്രദ്ധയെ ഉള്ളിലേക്ക് കൊണ്ടുപോകണം. അതാണ് വേണ്ടത്. ഏതെങ്കിലും സമയത്ത് ഫിലോസഫി നമ്മുടെ മനസ്സിലേക്ക് വന്നു എന്ന് വിചാരിക്കുക. നമ്മൾ പഠിച്ച കാര്യങ്ങളും ചില ശ്ലോകങ്ങളൊക്കെ വന്നു എന്ന് വിചാരിക്കുക. ഉടനെ നമ്മൾ വിചാരം ചെയ്യുക വേണ്ടത്, ഇതൊക്കെ ആർക്കാണ് വരുന്നത്, ആരാണിതെല്ലാം വായിച്ചത്. അപ്പോൾ ആ ഞാൻ എന്ന പോയിന്റിലേക്ക് വരും. അപ്പോൾ ഈസിയായി. അപ്പോൾ ഈ കോമൺ മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് യാത്ര കുറച്ചുകൂടെ സുഗമമാകും. പക്ഷെ എന്തുകൊണ്ട് അതൊക്കെ സംഭവിക്കുന്നത്? നമ്മൾ ഇത്രയും കൃത്യമായിട്ട് റിട്രീറ്റിലൊക്കെ പങ്കെടുത്തു എങ്കിലും ചിലപ്പോൾ മാർഗം തെറ്റാനുള്ള കാരണം എന്താണ്? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ഈഗോ. ഈഗോ ഉണ്ടെങ്കിൽ ഇതെല്ലാം തേടിപ്പോകും. ഈഗോൻ്റെ താല്പര്യങ്ങളെ കാണിച്ചതല്ല. സ്പെഷ്യൽ എക്സ്പീരിയൻസ് വേണ്ടത് ആർക്കാണ്? ഈഗോനാണ്. ചിന്തകളെ പിടിക്കാൻ ശ്രമിക്കുന്നത് ആരാണ്? ഈഗോ ആണ്. ഇതൊരു മന്ത്ര പോലെ ഉരുവിടുന്നതാരാണ്? ഈഗോ ആണ്. ആരാണ് ഒരു പ്രത്യേക പോയിന്റിൽ ഫോക്കസ് ചെയ്യുന്നത്? ഫസ്റ്റ് പേഴ്സൺ ഈഗോ അല്ലേ? അതെ. റിസൾട്ട്സ് എക്സ്പെക്റ്റ് ചെയ്യുന്നതും ഈഗോ തന്നെ, ഫിലോസഫൈസ് ചെയ്യുന്നതും ഈഗോ തന്നെ. അപ്പോൾ ഈഗോ ഉള്ളിടത്തോളം കാലം മാത്രമേ ഇതെല്ലാം ഉണ്ടാവുകയുള്ളൂ. സോ നമ്മുടെ ഉദ്ദേശ്യം എന്താണ്? ടു മൂവ് എവേ ഫ്രം ഓൾ ദീസ്, ബിക്കോസ് ദീസ് ആർ നോട്ട് നീഡഡ്, ആൻഡ് മൂവ് ടുവേർഡ്സ് വാട്ട് ഇസ് നീഡഡ്. അതിനാണ് വിവേക എന്ന് പറയുന്നത്. ഡിസ്ക്രിമിനേറ്റീവ് അനാലിസിസ്, ഡിസ്ക്രിമിനേറ്റീവ് എൻക്വയറി. ഈ പറഞ്ഞതൊന്നും ശരിക്കും എനിക്ക് ചേർന്നതല്ല, ഈ പാതയിൽ ഗുണം ചെയ്യുന്നതല്ല എന്ന് മനസ്സിലാക്കി നമ്മൾ ഇതിനോടെല്ലാം നേതി പറഞ്ഞുകൊണ്ട് ഉള്ളിലേക്ക് തിരിക്കുന്നു. സിംപ്ലി ഡ്രോപ്പ് ദിസ്. അതാണ് നെഗേഷൻ. നേതി എന്നുള്ളത് വൈരാഗ്യ എന്ന് പറയും. ഗെറ്റ് ഡിസ്ഇൻട്രസ്റ്റഡ് ഇൻ ഓൾ ഓഫ് ദീസ് തിങ്സ്. നിങ്ങൾക്ക് എന്തെല്ലാം താല്പര്യങ്ങളുണ്ടോ ഈ പ്രോസസ്സിലേക്ക് കടക്കുമ്പോൾ എല്ലാത്തിനെയും നെഗേറ്റ് ചെയ്യുക. ഗെറ്റ് ഡിസ്ഇൻട്രസ്റ്റഡ്. ഓക്കെ. രമണ മഹർഷി ഉള്ളത് 40 പറയുന്നു, ഇഫ് ദ ഈഗോ അറൈസസ് ഓൾ എൽസ് വിൽ അറൈസ്. ഞാൻ എന്ന അഹങ്കാരം ഉദിച്ചാൽ കൂടെ എല്ലാം ഉദിക്കും. ഓൾ എൽസ് വിൽ അറൈസ്. പിന്നെ എല്ലാ ദൃശ്യപ്രതീതികളും ഉണ്ടാകും എന്നർത്ഥം. ഇഫ് ദ ഈഗോ ഈസ് നോട്ട്, നത്തിങ് എൽസ് വിൽ എക്സിസ്റ്റ്. ഈഗോ ഇല്ലെങ്കിലോ ഒന്നും ഉണ്ടാകില്ല, എല്ലാം മറിയും എന്നാണ് പറയുന്നത്. ഈഗോ ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട് വെച്ചാൽ നല്ലതുമുണ്ട് ചീത്തയുമുണ്ട്, വിഷയസുഖങ്ങളുണ്ട്, വിഷയങ്ങൾ കൊണ്ടുള്ള ദുഃഖങ്ങളും ഉണ്ട്, ആഗ്രഹങ്ങളുണ്ട്, പിന്നെ നമ്മുടെ ഈ ഓട്ടപ്പാച്ചിലൊക്കെ ഉണ്ടല്ലോ, എല്ലാം ഉണ്ട്. ഈഗോ ഉണ്ടെങ്കിൽ ഇതെല്ലാം ഉണ്ടാകും എന്നാണ് മഹർഷി പറയുന്നത്. ഈഗോ ഇല്ലെങ്കിൽ ഇതൊന്നുമില്ല. ദ ഈഗോ ട്രൂലി ഈസ് ഓൾ. എല്ലാം ഈഗോ തന്നെയാണ്, അഹങ്കാരമാണ് എല്ലാം. അപ്പോൾ നമുക്ക് എല്ലാം അറിയണമെങ്കിൽ എന്തിനെ അറിയേണ്ടത്? ഈഗോനെ അറിഞ്ഞാൽ മതി. ഈഗോ എന്ന് പറയുന്നത് ഫസ്റ്റ് പേഴ്സണാണ്, ഞാനാണ്. സ്പിരിച്വൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് മറ്റുള്ള വിഷയങ്ങളൊന്നും പഠിച്ചത് കൊണ്ടല്ല. ഈ വിഷയങ്ങളെല്ലാം ഉണ്ടാകാനുള്ള കാരണം ഞാൻ എന്ന ഈഗോ മാത്രമാണ് എന്ന് മനസ്സിലാക്കി, ഈ ഞാൻ ഉദിച്ചത് കാരണമാണ് ബാക്കി എല്ലാം ഉണ്ടായത് എന്ന് അറിഞ്ഞ് ആ ഞാൻ എന്ന പോയിന്റിലേക്ക് എനിക്ക് സഞ്ചരിക്കാൻ സാധിച്ചാൽ, അവിടേക്ക് എനിക്ക് ലയിക്കാൻ സാധിച്ചാൽ ബാക്കിയെല്ലാം അറിഞ്ഞു എന്നർത്ഥം. ഇഫ് ദ ഈഗോ ഈസ് നോട്ട്, നത്തിങ് എൽസ് വിൽ എക്സിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതർത്ഥം. ദ ഈഗോ ട്രൂലി ഈസ് ഓൾ. അപ്പോൾ എല്ലാം അറിയേണ്ടവരെന്താ അറിയേണ്ടത്? ഈഗോനെ അറിയണം. ക്ലിയർ ആയല്ലോ? ആൻഡ് മഹർഷി കണ്ടിന്യൂസ്, നോ ദെയർഫോർ ദാറ്റ് സിംപ്ലി ടു എൻക്വയർ വാട്ട് ഇറ്റ് ഈസ് ടു റിനൗൺസ് എവറിഥിങ്. അതുകൊണ്ട് അതെന്താണ് എന്ന് അന്വേഷിക്കുക എന്നത് എല്ലാം ത്യജിക്കലാണ് എന്നറിയുക. ഞാൻ എന്ന വികാരമുണ്ടല്ലോ, ഈ ഞാൻ എന്ന ഫീലിംഗ് ഉണ്ടല്ലോ, അതെന്താണ് എന്ന് ശ്രദ്ധയോടെ ഉള്ളിലേക്ക് തിരിഞ്ഞ് അന്തർമുഖമായി ആരായുന്നതാണ് ആത്മവിചാരം. അതാണ് എൻക്വയറി. ആ എൻക്വയറി നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇറ്റ് ഇസ് ടു റിനൗൺസ് എവറിഥിങ്. സർവസംഘ പരിത്യാഗം എന്ന് പറയും. എല്ലാം നമ്മൾ റിനൗൺസ് ചെയ്യുകയാണ്. ശരിയായ സന്യാസമാണത്. നോക്കൂ, എല്ലാത്തിൻ്റെയും കാരണം ഈഗോ ആണ്. എനിക്ക് എൻ്റെ ജീവിതത്തിലുള്ള എല്ലാ സുഖ ദുഃഖാനുഭവങ്ങളുടെയും കാരണം ഈഗോ ആണ്. ആ സുഖങ്ങളും യഥാർത്ഥ സുഖമല്ല, അതൊരു പ്രതീതിയാണ്, അതൊരു റിഫ്ലക്ഷനാണ്. യഥാർത്ഥ ആനന്ദം അതിൻ്റെ സോഴ്സിലാണ് ഉള്ളത്. അവിടേക്ക് തിരിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അതിൻ്റെ സോഴ്സ് കണ്ടെത്താൻ സാധിക്കൂ. അതിൽ മുങ്ങിക്കുളിച്ചാൽ പിന്നെ വേറൊന്നും വേണ്ട. അപ്പോൾ എല്ലാം അറിയണമെങ്കിൽ അവിടേക്ക് പോകണം. അവിടേക്ക് പോകണമെങ്കിൽ ഈ ഞാൻ എന്ന വസ്തു ഉണ്ടല്ലോ, ഫസ്റ്റ് പേഴ്സൺ ഐ, അവിടേക്ക് നമ്മൾ തിരിയണം. ദ ഈഗോ ട്രൂലി ഈസ് ഓൾ എന്ന് പറഞ്ഞാൽ അതാണ്, എല്ലാം ഈഗോ മാത്രമാണ്.
അപ്പോൾ അതിലേക്ക് എൻക്വയറി ചെയ്യുമ്പോൾ ബാക്കിയെല്ലാം നമ്മൾ അറിയാതെ ഒഴിവാക്കും, നിഷേധിക്കും, നെഗേറ്റ് ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ സന്യാസം വന്നുവല്ലോ, റിനൗൺസ് ചെയ്തുവല്ലോ. അങ്ങനെയാണ് എല്ലാത്തിൻ്റെയും കാരണം ഈഗോ എന്ന ഫസ്റ്റ് പേഴ്സണാണ്. 14ാമത്തെ വേഴ്സിലും ഉള്ളത് 40 മഹർഷി പറയുന്നുണ്ട്, ഇഫ് ദ ഫസ്റ്റ് പേഴ്സൺ എക്സിസ്റ്റ്സ് ദ സെക്കൻഡ് ആൻഡ് തേർഡ് പേഴ്സൺസ് വിൽ ഓൾസോ എക്സിസ്റ്റ്. ഒന്നാമനുണ്ടായാൽ രണ്ടാമനും മൂന്നാമനും എന്തായാലും ഉണ്ടാകും, താനേ ഉണ്ടാകും. നമ്മളെന്താ വേണ്ടത്? ആ ഒന്നാമനിലേക്ക്, ഫസ്റ്റ് പേഴ്സണിലേക്ക് നമ്മൾ ശ്രദ്ധയെ തിരിച്ച് വിടണം. ആ ഫസ്റ്റ് പേഴ്സണെ നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാൻ സാധിച്ചാൽ സെക്കൻഡ് പേഴ്സണും തേർഡ് പേഴ്സണും ഓട്ടോമാറ്റിക്കായിട്ടില്ലാതെയാകും. സെയിം മീനിങ് ആണ് ഈ വേഴ്സിലും ഉള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ തനതായ സ്വരൂപം അറിയണമെങ്കിൽ എല്ലാ ചിന്തകളെയും വെടിഞ്ഞ് നമ്മൾ എവിടേക്ക് തിരിയണം? ആ ചിന്തകൾ എവിടെ നിന്നാണ് ഉണ്ടാകുന്നത് അതിൻ്റെ റൂട്ടിലേക്ക് നമ്മൾ പോകണം. ഒരു ഉദാഹരണത്തിന് ഇതൊരു പൂക്കുറ്റിയാണെന്ന് വിചാരിച്ചോളൂ. ഇത് പൂക്കുറ്റി തന്നെയാണല്ലേ, ഫ്ലവർ പോട്ട്, ഫയർ വർക്ക്. ഇതിൽ ഈ സ്പാർക്സാണ് ഉണ്ടാവുന്നല്ലേ. ഈ കാണുന്നതെല്ലാം വളരെ മനോഹരമായിട്ട് പുറത്തോട്ട് വരുന്നത് പൂക്കുറ്റിയിൽ നിന്നും വരുന്ന ഇതെല്ലാം സ്പാർക്സാണ് അല്ലേ, കളർഫുള്ളായിട്ടുള്ള സ്പാർക്സാണ്. ഇത് തോട്ട്സായിട്ട് സങ്കല്പിച്ചോളൂ. പലതരം ചിന്തകളാണ്. നോക്കൂ, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ രാത്രി ഉറങ്ങുന്നതിനിടയ്ക്ക് എത്ര ചിന്തകളാലേ. ഇതേക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ പറയുന്നത് 50,000 60,000 ചിന്തകളൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസം ഒരാൾക്ക് എന്നാണ് പറയുന്നത്. അതെന്തും ആയിക്കോട്ടെ, കണ്ടമാനം ചിന്തകൾ നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നുണ്ട്, അറിഞ്ഞും അറിയാതെയുള്ള ചിന്തകൾ. അപ്പോൾ അത്രയധികം ചിന്തകൾ ഉണ്ടാകാനുള്ളൊരു കാരണം അതിൻ്റെ റൂട്ട് അല്ലേ. റൂട്ട് എന്ന് പറയുന്നത് ഈ പൂക്കുറ്റിയുടെ സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ്. അതിനാണ് ഐ തോട്ട് എന്ന് പറയുന്നത്. അതുതന്നെയാണ് ഈഗോ, അഹങ്കാരം. അപ്പോൾ ഈ ഞാൻ എന്ന അഹങ്കാരം ഉണ്ടാകുമ്പോൾ ആണ് ബാക്കി എല്ലാ ചിന്തകളും ഉണ്ടാകുന്നത്. എല്ലാ ചിന്തകളും വൃത്തിയാണെങ്കിൽ ഈ ഐ തോട്ടിന് അഹം വൃത്തി എന്ന് പറയും. ഐ തോട്ട് ഇസ് അഹം വൃത്തി. ദാറ്റ് ഈസ് ദ റൂട്ട് ഓഫ് എവറി അതർ തോട്ട്. അപ്പോൾ ബാക്കി എല്ലാ ചിന്തകളെയും നമുക്ക് ഇല്ലായ്മ ചെയ്യുന്നതിനെക്കാൾ എത്രയോ എളുപ്പമല്ലേ ഈ ഒരൊറ്റ ഐ തോട്ടിനെ നമുക്ക് പിടിക്കല് നല്ലത്. ചിന്തകളെ നമുക്ക് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ചിന്തകളെ പിടിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ അത് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കും. മൾട്ടിപ്ലൈ ചെയ്യുക മാത്രമല്ല ഐ തോട്ട് സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഐ തോട്ടിനെ നിഷ്പ്രഭമാക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഐ തോട്ടാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് മനസ്സിലാക്കി, കർമാനുഭവങ്ങളും ഐ തോട്ടിലാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കി നമ്മൾ അഹം വൃത്തിയിലേക്ക് തിരിയണം. അതാണ് സോഴ്സ്. സിംഗിൾ പോയിൻറ്റഡ് അറ്റൻഷനോടുകൂടി നമ്മൾ നമ്മുടെ ശ്രദ്ധയെ ഞാൻ എന്ന പോയിൻറ്റിലേക്ക് കൊണ്ടെത്തിക്കണം. അതാണ് ആ പൂക്കുറ്റിയുടെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ്. ഈ കാണുന്ന തീപ്പൊരി എവിടെ നിന്നാണ് വരുന്നത് എന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ എവിടേക്കാണ് പോവുക? ഓട്ടോമാറ്റിക്കായിട്ട് ആ പൂക്കുറ്റിയുടെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റിലേക്കല്ലേ പോവുക? അതെ, അതാണ് വെൻസമായി. ചിന്തകളെല്ലാം വരുന്നത് ഞാൻ എന്ന പോയിൻറ്റിൽ. ഈ ഞാൻ എവിടുന്നാണ് വരുന്നത്? അതിൻ്റെ സോഴ്സിലേക്ക് പോകുന്നു അല്ലേ. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ അന്വേഷിച്ച് തുടങ്ങിയാൽ മനസ്സ് താനെ സബ്സൈഡ് ചെയ്ത് ഇല്ലാതെയാകും. ഒരു ഉദാഹരണം, ഈ തീപ്പൊരി ഇങ്ങനെയാണ് പറയുന്നത്, ഐ എം ഫീലിംഗ് ആങ്ഷ്യസ് എന്നാണ് പറയുന്നത്. വിചാരിക്കുക, എനിക്ക് ആങ്സൈറ്റി ഉണ്ട്, എനിക്ക് ഉത്കണ്ഠ തോന്നുന്നു. ഒരു പ്രത്യേക വിഷയം കാരണം, ആരോഗ്യ വിഷയമായിരിക്കാം, മക്കളുടെ പഠനമായിരിക്കാം, അതല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ, എന്തോ ആയിക്കോട്ടെ, ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ. എനിക്കൊരു ആങ്സൈറ്റി തോന്നുന്നു. കാരണം നാളെ എന്നുള്ളത് നമ്മളുടെ കൺട്രോളിലല്ലല്ലോ. ആങ്സൈറ്റി വരുന്നത് നാളെ കുറിച്ചുള്ള ചിന്ത വരുമ്പോഴല്ലേ. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഈ ആങ്സൈറ്റി ഉണ്ടാകുന്ന ചിന്തയെ എങ്ങനെയെങ്കിലുമൊക്കെ പിടിക്കാൻ നോക്കും, മാറ്റാനൊക്കെ നോക്കും. ആത്മവിചാരം വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ടു ഹും ഡസ് ദി ആങ്സൈറ്റി ഒക്കർ? ആങ്സൈറ്റി തോട്ടായിക്കോട്ടെ, ഈ തോട്ട് ആർക്കാണ് ഉണ്ടാകുന്നത്? അപ്പോൾ ഈ തീപ്പൊരി എവിടെ നിന്നാണ് വരുന്നത് നമ്മൾ ചോദിക്കുന്നത്. ഇമ്മീഡിയറ്റ്ലി ആൻസർ എന്താ കിട്ടുക? ടു മീ എന്ന് കിട്ടും. ടു മീ എന്ന സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എന്തുണ്ട്? ഞാനുണ്ടല്ലോ, ഐ ഉണ്ട്. അവിടെ അന്തർമുഖമായിട്ട് നമ്മൾ ചോദിക്കണം ഹൂ am I എന്ന്. ഇങ്ങനെയാണ് നമ്മൾ ഉള്ളിലേക്ക് തിരിയുക. ഫസ്റ്റ് റൈസിങ് തോട്ട് ഐ ആണ്. ഈ റൈസിങ് തോട്ട് ഇല്ലാതെ മറ്റൊരു ചിന്തയില്ല. ഐ ആം ഫീലിംഗ് ആങ്ഷ്യസ് എന്ന് പറയുന്നതിന് മുമ്പ് അവിടെ ഐ വന്നുവല്ലോ. ഐ വന്നില്ല എങ്കിൽ ഒരിക്കലും ആങ്സൈറ്റി ഉണ്ടാകില്ല. അപ്പോൾ ഈ ഐ എന്ന പോയിന്റിലേക്ക് നമുക്ക് പോകാൻ സാധിച്ചാൽ ആങ്സൈറ്റി എന്ന് മാത്രമല്ല മറ്റൊരു ചിന്തയുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ഒരു അവസ്ഥ എന്തായിരിക്കും? തോട്ട്ലെസ് ആയിട്ടുള്ളൊരു അവസ്ഥയായിരിക്കില്ലേ? തോട്ട്ലെസ് ആയിട്ടുള്ളൊരു ജീവിതമായിരിക്കില്ലേ? നമുക്ക് നമ്മുടെ ഹൃദയ കേന്ദ്രത്തിൽ വസിക്കാൻ സാധിക്കില്ലേ സന്തോഷത്തോടെ?
ഏതൊരു വിഷയം ഉണ്ടെങ്കിൽ നമുക്ക് ആ വിഷയത്തെ നന്നായി കൈകാര്യം ചെയ്യാൻ പറ്റില്ലേ? എല്ലാം സാധിക്കും. ഓൾ ദിസ് ഇസ് പോസിബിൾ. ഇതാണ് മഹർഷിയുടെ ടീച്ചിങ്സ്. സോ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ സോഴ്സ് ഓഫ് ദ തോട്ട്. ദ സോഴ്സ് ഓഫ് എവറി തോട്ട് ഇസ് ദി ഐ തോട്ട്. ഞാൻ എന്ന ചിന്തയാണ്. അപ്പോൾ ഈ ഞാൻ എന്ന ചിന്ത എവിടെ നിന്ന് വരുന്നു? ഈ ഞാൻ ആര് എന്ന് അന്വേഷിക്കണം. നേരത്തെ പറഞ്ഞ ചെയ്യാൻ പാടില്ലാത്ത പലതും ഉണ്ടല്ലോ, അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഈ ഞാൻ എന്ന ബിന്ദുവിലേക്ക് നമ്മൾ നമ്മുടെ ശ്രദ്ധയെ തിരിച്ചുവിടണം. ഇസ് ഇറ്റ് ക്ലിയർ? ഇങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഹൃദയ കേന്ദ്രത്തിലെത്തും, സ്പിരിച്വൽ ഹാർട്ടിലേക്ക് എത്തും. മറ്റൊരു ചിന്തയായി നമ്മൾ തേടി പോകേണ്ട കാര്യമില്ല. സിംപ്ലി ടേൺ യുവർ അറ്റൻഷൻ അവേ ഫ്രം ദോസ് തോട്ട്സ് ആൻഡ് ഫൈൻഡ് ഔട്ട് എവിടെ നിന്നാണ് അത് വരുന്നത്. ഇത്രയേ വേണ്ടൂ. ഇത് തന്നെ ഒന്ന് ക്ലോസപ്പിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കൂ. ഈ പൂക്കുറ്റിയിൽ തീ കൊടുക്കുന്നത് ലോകമാണ് അല്ലേ? ലോകം എന്ന് പറയുന്നത് ഇവിടെ ഒരു കൈയായിട്ട് കാണിക്കുകയാണ്. എന്നിട്ട് ഒരു തീപ്പൊട്ടി കത്തിച്ച ശേഷം തീ കൊടുക്കുകയാണ് തിരിയിൽ. ഇവിടെ നോക്കൂ, ഈ തിരിയിൽ തട്ടുന്നത് വരെ ഒരു പ്രശ്നമില്ലല്ലോ, ഒരു പ്രശ്നമില്ല. എപ്പോഴാണ് ശരിക്കും ട്രിഗറാവുന്നത്? ഈ തിരി ഈ തീയിനെ അടുത്തറിയുമ്പോഴാണ്, ആ ചൂടടുത്തേക്ക് എത്തുന്ന സമയത്താണ് തിരിച്ചറിയുന്നത്. ശരിയല്ലേ? ഈ തിരിച്ചറിയുന്നത് ആരാണ്? ഇറ്റ് ഈസ് ദ മൈൻഡ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ അനുഭവവും, ഓരോ സിറ്റുവേഷൻ ആയിക്കോട്ടെ, നമ്മുടെ ഓരോ ഇൻറ്ററാക്ഷൻസ് ആയിക്കോട്ടെ, നമ്മുടെ ഓരോ വ്യക്തികളുമായിട്ടുള്ളതും എല്ലാം ഒഫീഷ്യലായിട്ടുള്ളതുണ്ടാവും, പേഴ്സണലായിട്ടുള്ള ലൈഫിലുള്ളതുണ്ടാവും. ഇത് ഓരോന്നും നമ്മുടെ മൈൻഡിനെ ഇഗ്നൈറ്റ് ചെയ്യാൻ കഴിവുള്ള സംഗതികളാണ് അല്ലേ? പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് ഈ ദൃശ്യങ്ങളെല്ലാം വരുന്നത്, അനുഭവങ്ങളെല്ലാം നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് അല്ലേ? പഞ്ചേന്ദ്രിയങ്ങളിലൂടെ വരുന്ന സംഗതികൾ ഇവിടെ കൈയായിട്ട് കാണിക്കുന്നു, അഗ്നിയായിട്ട് കാണിക്കുന്നു, എന്നിട്ട് അത് മനസ്സിലേക്ക് എത്തുകയാണ്. മനസ്സാണ് ആ തിരി. സെൻസസിലൂടെയാണ് എത്തുന്നത്. എത്തിക്കഴിഞ്ഞാൽ അത് മെമ്മറി ആയിട്ട് സ്റ്റോർ ചെയ്യും. പിന്നെ നമുക്ക് ഓർത്ത് കഴിഞ്ഞാലും അത് കിട്ടും. അപ്പോൾ അവിടെ തേർഡ് പേഴ്സൺ ഒബ്ജക്റ്റായി. ഒന്നുകിൽ സെക്കൻഡ് പേഴ്സൺ ഒബ്ജക്ട്സിലൂടെ സെൻസറി പെർസെപ്ഷൻസ്, അതല്ലെങ്കിൽ തേർഡ് പേഴ്സൺ ഒബ്ജക്റ്റിലൂടെ, ദാറ്റ് ഇസ് ദ മൈൻഡ് ആസ് തോട്ട്സ്. ഇങ്ങനെയാണ് ഈ അനുഭവങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. കറക്റ്റല്ലേ? ഇത് മനസ്സിലേക്ക് എത്തുന്ന സമയത്ത് മനസ്സ് റിയാക്റ്റ് ചെയ്യും, തീർച്ചയായിട്ടും റിയാക്റ്റ് ചെയ്യും. കാരണം അവിടെ തീ പിടിച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ വെറുതെ ഇരിക്കാൻ പറ്റില്ല. ഇമ്മീഡിയറ്റ്ലി നമ്മളത് ബാധിച്ചു. സോ ദ ഫ്ലെയിം വിൽ ബിഗിൻ ഇറ്റ്സ് ജേർണി. പക്ഷെ നോക്കണം, ഈ മനസ്സ് എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? ദാറ്റ് പോയിൻ്റ് ഇസ് കോൾഡ് ദ ഈഗോ. ദാറ്റ് ഇസ് ദി എൻഡ് ഓഫ് ദ വിക്ക് അല്ലേ? ആ പോയിന്റിൽ എത്തുന്നത് വരെ നമുക്ക് അതിനിടയ്ക്ക് മുറിച്ച് കളയാൻ പറ്റുക എളുപ്പമായി ആ തിരി. അപ്പോൾ തീ പിടിക്കില്ല. പക്ഷേ തീ പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അവിടേക്ക് എത്താൻ സാധ്യതയുണ്ട്. പക്ഷേ പോയിൻ്റ് അവിടെ ഈഗോ ആണ്. ഈഗോയിലൂടെയാണ് ഇതെല്ലാം ഉള്ളിലേക്ക് പോകുന്നത്. ഈ ഈഗോയിലേക്ക് എത്തി എന്ന് വിചാരിക്കുക, പിന്നെ എന്ത് സംഭവിക്കും? പടക്കമാണെങ്കിൽ പൊട്ടും, പൂക്കുറ്റിയാണെങ്കിൽ ആ എക്സ്പീരിയൻസ് നമുക്ക് കാണാൻ സാധിക്കില്ലേ? എന്താ അതിന് കാരണം? ഈ തിരിയാണോ കാരണം? അല്ല. ഈ പടക്കത്തിനുള്ളിൽ, ഈ പൂക്കുറ്റിക്കുള്ളിൽ എന്താണുള്ളത്? മരുന്നുണ്ട്. അതിന് പറയുന്നു വാസനാസ്. വാസനാസ് ആർ ലേറ്റൻറ്റ് ടെൻഡൻസീസ്. എക്സ്പ്ലോസീവ് മെറ്റീരിയൽ ഉള്ളത് ശരിക്കും ഉള്ളിലാണ്. ഇന്നർ മെറ്റീരിയൽ ദറ്റ് ബ്ലോസ് അപ്പ് ദ ക്രാക്കർ, ദറ്റ് ലൈറ്റ്സ് ദ ഫ്ലവർ പോട്ട് ക്രാക്കർ, അത് ഉള്ളിലാണ് ഉള്ളത്. ആ ഫൗണ്ടൻ ഉണ്ടാകാനുള്ള കാരണം ഉള്ളിലാണ്. മനസ്സാണ് അവിടേക്ക് സംഗതികളെ എത്തിക്കുന്നത് എന്ന് പറഞ്ഞു. പക്ഷേ മനസ്സ് ഈ വാസനകളില്ലെങ്കിൽ പ്രവർത്തിക്കില്ല. വാസനകളില്ലാതെ, ഓൾഡ് ടെൻഡൻസീസ് ഇല്ലാതെ, മെമ്മറീസ് ഇല്ലാതെ, ഫിയേഴ്സ് ഇല്ലാതെ, ഡിസയേഴ്സ് ഇല്ലാതെ മനസ്സിന് ഒന്നും ഏൽക്കില്ല. പുറമേയുള്ള ഇംപ്രഷൻസ്, വേൾഡ് എന്ത് തന്നെ കാണിച്ചാലും ശരി, ഈ പൂക്കുറ്റിയെ കത്തിക്കാനോ പടക്കത്തെ ബേഴ്സ്റ്റ് ചെയ്യാനോ നമ്മുടെ ജീവിതത്തെ അലങ്കോലപ്പെടുത്താനോ ഉള്ള കഴിവ് ലോകത്തിനില്ല എന്നർത്ഥം. അപ്പോൾ എല്ലാ ചിന്തകളും ശരിക്ക് ഉണ്ടാകുന്നത് എവിടെ നിന്നാണ്? മനസ്സിൽ നിന്നാണെങ്കിലും അതിൻ്റെ കാരണം എന്ന് പറയുന്നത് വാസനാസ്, അവിടെ നിന്നാണ് വരുന്നത്. നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളുണ്ടല്ലോ, ദേ ആർ ഓൾ ഫ്രം വാസനാസ്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ടൈപ്പല്ലേ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും. ഇവിടെ തന്നെ എത്രയും പേര് ഈ സമയത്ത് ക്ലാസ് കേൾക്കാനൊരു ഇഷ്ടം വേണമല്ലോ അല്ലേ? സദ്വാസന എന്ന് പറയും. ബിക്കോസ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മെക്കുറിച്ചാണ്, നമ്മുടെ ഉള്ളിലുള്ള ഈശ്വര ചൈതന്യത്തെക്കുറിച്ചാണ്. അപ്പോൾ അതൊരു പ്രത്യേക വാസനയാണ്. എല്ലാവർക്കും അതുണ്ടായിക്കൊള്ളുന്നില്ലല്ലോ, ഇല്ല. പലർക്കും പലതരം വാസനകളാണ്. ഓരോരുത്തരുടെ വാസന അനുസരിച്ചാണ് ഓരോരുത്തരും ഓരോ സ്ഥലത്ത് എത്തിപ്പെടുന്നത്.
അപ്പോൾ നമ്മൾ ഈ വാസനകളെ ഇല്ലാതെയാക്കിയാൽ മാത്രമേ മനസ്സ് ഇപ്പോൾ ചലിക്കുന്ന രീതിയിൽ ചലിക്കാതിരിക്കുകയുള്ളൂ. നമുക്ക് ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ വരണമെങ്കിൽ നമ്മൾ ആത്മവിചാരപാതയിൽ ഉറച്ചു നിന്നുകൊണ്ട് വാസനകളെ ഇല്ലാതെയാക്കണം. നമുക്കൊരു തോട്ട് വന്നു എന്ന് വിചാരിക്കുക, ഐ ഡോണ്ട് വാണ്ട് ടു ഗെറ്റ് അപ്പ് ഏർലി, എനിക്ക് നേരത്തെ എഴുന്നേൽക്കാൻ താല്പര്യമില്ല എന്നൊരു തോട്ട് വന്നു എന്ന് വിചാരിക്കുക. ഇതൊരു ചിന്തയാണ്. ഇതൊരു ചിന്തയാകാനുള്ള കാരണം നമ്മുടെ ഉള്ളിൽ അടിഞ്ഞുകൂടിയുള്ള വാസന അതനുസരിച്ചാണ്. ചില പ്രത്യേക കാര്യങ്ങൾ ആണെങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേൽക്കും, ചില പ്രത്യേക കാര്യങ്ങൾക്ക് നമുക്ക് രാവിലെ എഴുന്നേൽക്കാൻ താല്പര്യമില്ല. വാസനകളാണ് അതിന് കാരണം. ഇവിടെ അന്വേഷിക്കേണ്ടത് ആർക്കാണ് താല്പര്യമില്ലാത്തത്? ഹൂ ഡസൻറ്റ് വാണ്ട് ടു ഗെറ്റ് അപ്പ്? ഈഗോ അല്ലേ പറയുന്നത്? അതെ. അപ്പോൾ ബുദ്ധിക്കറിയാം നല്ലതാണ്, പക്ഷെ മനസ്സ് ഒരിക്കലും വിട്ടുകൊടുക്കില്ല. മനസ്സ് പറയുന്നതേ ശരീരം കേൾക്കൂ. അപ്പോൾ ശരീരം പലപ്പോഴും മനസ്സിന് അടിമപ്പെട്ടുകൊണ്ടാണ് ജീവിക്കുന്നത്. ഈ മനസ്സ് തിരിയാണല്ലോ അതിൻ്റെ കാരണക്കാരൻ വാസനകളാണ്. അപ്പോൾ നമ്മൾ ആത്മവിചാരം ചെയ്ത് ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് നമ്മളിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങും. മറ്റൊരു ചിന്ത, ദാറ്റ് പേഴ്സൺ ഹേർട്ട് മീ, ആ വ്യക്തി എന്നെ വേദനിപ്പിച്ചു അല്ലെങ്കിൽ എന്നെ കുറ്റപ്പെടുത്തി. ഇവിടെ നമ്മുടെ ശ്രദ്ധ ആ വ്യക്തിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ പ്രശ്നം മാറില്ല. അഥവാ പ്രശ്നം മാറിയാലും മറ്റൊരു പ്രശ്നം വരും. കാരണം വാസനകൾ അവിടെ ഉള്ളിലുണ്ടല്ലോ, അതിൽ മാറ്റമില്ലല്ലോ. അപ്പോൾ ഏതൊരു വ്യക്തി നമ്മളെ വിഷമിപ്പിച്ചാലും ദുഃഖിപ്പിച്ചാലും നമുക്ക് ഉള്ളിലേക്ക് തിരിഞ്ഞുകൊണ്ട് ഹൂ ഫീൽസ് ദ ഹേർട്ട്, ആർക്കാണ് ഈ വിഷമം ഉണ്ടായത്, ആരാണ് വിഷമിക്കുന്നത് എന്ന് അന്വേഷിച്ചാൽ നമുക്ക് ആ ഈഗോനെ കൂടുതൽ അറിയാൻ സാധിക്കും. ആ ഈഗോ കുഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഹേർട്ടില്ല. ഐ ആം നോട്ട് പ്രോഗ്രസ്സിങ്. പല വിഷയങ്ങളിൽ ചിലപ്പോൾ ഈ ആത്മവിചാരപാത സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു വഴിയിൽ നമ്മൾ പ്രോഗ്രസ് ചെയ്യുന്നില്ല, ഞാൻ പുരോഗമിക്കുന്നില്ല എന്നൊക്കെ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ അന്വേഷിക്കണം, ആരാണിത് പറയുന്നത്? ആർക്കാണ് ബിസിനസ്സിൽ പ്രോഗ്രസ് ഇല്ലാത്തത്? ആർക്കാണ് പേഴ്സണൽ ലൈഫിൽ പ്രോഗ്രസ് ഇല്ലാത്തത്? ആർക്കാണ് മാനസിക ആരോഗ്യത്തിൻ്റെ നിലവാരത്തിൽ പ്രോഗ്രസ് ഇല്ലാത്തത്? എന്ന് അന്വേഷിച്ചോളൂ. ആരാ ഇത് വിശ്വസിക്കുന്നത്? ഇതെല്ലാം പറയുന്നത് ഈഗോ ആണ്. ഈഗോ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ശരീരം മനസ്സാണ് എന്നാണ്, ഞാൻ ഈ ശരീരമാണ് എന്ന് വിശ്വസിക്കുന്നവനാണ് ഈഗോ. മറ്റൊന്ന്, ദിസ് ഈസ് സോ സ്ട്രെസ്ഫുൾ, ഇത് വളരെ സ്ട്രെസ്ഫുള്ളാണ്, വളരെ സമ്മർദ്ദമുണ്ടാക്കുന്നു. അതൊരു പ്രോജക്റ്റായിരിക്കാം, മറ്റെന്തെങ്കിലും വിഷയമായിരിക്കാം, ചില വ്യക്തികളായിരിക്കാം. അപ്പോൾ ഇവിടെ ചോദിക്കണം, ആർക്കാണ് ഈ സ്ട്രെസ്സ് അനുഭവപ്പെടുന്നത്? ഇങ്ങനെ മനസ്സിൽ ഏത് തരം ചിന്ത വന്നാലും ആ ചിന്തകളെക്കുറിച്ച് വിശകലനം ചെയ്യാതെ ചിന്തകനിലേക്ക്, സോഴ്സിലേക്ക് തിരിയുന്നതിന് പറയുന്നു സെൽഫ് എൻക്വയറി. അപ്പോൾ സെൽഫ് എൻക്വയറി എന്ന് പറഞ്ഞാൽ നമ്മൾ വെറി ചെയ്യുന്നില്ല. ദേഷ്യം പിടിക്കുമ്പോൾ നമ്മൾ ആ ദേഷ്യം ഉണ്ടാകാനുള്ള കാരണത്തെ അന്വേഷിക്കുന്നില്ല. ആരെങ്കിലും നമ്മൾ അപ്സെറ്റ് ആക്കി കഴിഞ്ഞാൽ ആ അപ്സെറ്റ് ആക്കിയ വ്യക്തിയുണ്ടല്ലോ, ആ വ്യക്തിയോട് പ്രതികാരമൊന്നും ചെയ്യുന്നില്ല. അതൊന്നുമല്ല നമ്മുടെ ഉദ്ദേശ്യം. ചിന്തകൾ പോലും നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിലും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. വി സിംപ്ലി ഹാവ് ടു പോസ് ഫോർ എ വൈൽ. നമ്മൾ ആ ചിന്തകളെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത ശേഷം, അതായത് അതിന് കൂടുതൽ വളം കൊടുക്കാതെ എന്ത് ചെയ്യണം? ആർക്കാണ് ഈ ചിന്ത ഉണ്ടാകുന്നത് എന്ന് അന്വേഷിക്കുകയാണ് വേണ്ടത്. ടു ഹും ഡസ് ദിസ് ഒക്കർ? ആർക്കാണ് ഈ ഫീലിംഗ് ഉണ്ടാകുന്നത്? ഒരിക്കലും ഇൻ്റലക്ച്വലായിട്ടൊരു മറുപടി നമ്മൾ പറയാൻ പാടില്ല. മറുപടി പറയുന്നതും മനസ്സാണല്ലോ. അന്വേഷണം മാത്രമേ ഉള്ളൂ. ഉത്തരമില്ലാത്ത ഒരു അന്വേഷണമാണ് സെൽഫ് എൻക്വയറി. സോ ടേൺ യുവർ അറ്റൻഷൻ ഇൻവേർഡ് ആൻഡ് ഫൈൻഡ് ഹൂ ഈസ് അവെയർ ഓഫ് ദിസ് തോട്ട്. ഒരു ഐ സെൻസ് ഫീൽ ചെയ്യും. ഞാൻ എന്നൊരു ഭാവം, ഞാൻ എന്നൊരു ഫീലിംഗ് അവിടെ വരുമല്ലോ. ആ ഞാൻ എന്ന പോയിൻറ്റിൽ ശ്രദ്ധയെ ഉറപ്പിച്ച് വയ്ക്കുന്ന പ്രക്രിയയാണ് ആത്മവിചാരം. ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് അവിടെ എത്താൻ സാധിക്കും. അവിടെ എത്തുന്ന സമയത്തൊരു പ്രസൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. ഒരു എക്സ്പാൻഡഡ് അവെയർനെസ് നിങ്ങൾക്ക് അനുഭവവേദ്യമായി വരും. പക്ഷേ അതിൽ സുഖം പിടിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ അവിടെ സ്റ്റക്കാവും. ഒന്നിലും സ്റ്റക്കാകാതെ ഏതൊരു ചിന്ത വന്നാലും, ഒരു അനുഭവം വരുമ്പോൾ എനിക്ക് ഇന്നത് അനുഭവം ഉണ്ടായി എന്ന തോന്നൽ വന്നാലും ആരാണ് അത് അനുഭവിക്കുന്നത് എന്ന് ചോദിച്ച് വീണ്ടും ഉള്ളിലേക്ക് തിരിയുമ്പോൾ അതാണ് ആത്മവിചാരം. ഓരോ ചിന്തയുടെയും ഉൽപ്പത്തി കണ്ടുപിടിക്കണം. ഡിസ്കവർ ദി ഒറിജിൻ ഓഫ് എവറി തോട്ട്. അതാണ് ഐ തോട്ട്. ആ ഐ തോട്ടിലേക്ക് തിരിയുന്ന സമയത്ത് പ്രത്യേകമായ ഒരു അനുഭവം, ആദ്യം പറഞ്ഞല്ലോ, ഡു നോട്ട് ലുക്ക് ഫോർ എ സ്പെഷ്യൽ എക്സ്പീരിയൻസ്. ചിന്തകളെ നമ്മൾ നിർത്താൻ ശ്രമിക്കുന്നില്ല. മനസ്സിൽ ഹൂവമായി ഞാൻ ആര് എന്ന മന്ത്രം ചൊല്ലുന്നില്ല.
ഒരു പ്രത്യേക ശരീരത്തിലോ മനസ്സിലോ ഉള്ള ഒരു ഭാഗത്ത് നമ്മൾ ശ്രദ്ധയെ പിടിച്ചു വയ്ക്കുന്നില്ല. ഒരു എക്സ്പെക്റ്റേഷനും ഇല്ല, ഇന്ന രീതിയിൽ എനിക്ക് അനുഭവം ഉണ്ടാകണമെന്നുള്ള വിചാരവും ഇല്ല. പഠിച്ച ഒരു ഫിലോസഫിയും വായിച്ച ഒരു അറിവും ഇതിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കുന്നില്ല. എന്നിട്ട് ഈ ഞാൻ എന്ന പോയിന്റിൽ നമ്മൾ ശ്രദ്ധയെ ഉറപ്പിച്ച് വയ്ക്കുമ്പോൾ അവിടെയാണ് നമുക്ക് ഐ ആം ബ്രഹ്മൺ എന്ന എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത്. ഐ ആം ബ്രഹ്മൺ എന്ന് പറയുന്നത് സച്ചിദാനന്ദം എന്ന ഒരു അനുഭവമാണ്, സത്യസ്വരൂപമാണത്, ജ്ഞാനസ്വരൂപമാണ്, ആനന്ദസ്വരൂപമാണ് ഞാൻ എന്നത് നമ്മൾ തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്. അത്രയും അനന്തമാണ്. ഓഫ് കോഴ്സ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ഉള്ളിലേക്കായാലും അതിലൂടെ നമുക്ക് ആ അനുഭവം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മനസ്സിലാകും ഈ ഞാൻ എന്ന് പറയുന്നത് ഈ ചെറിയ ഒരു ഞാനല്ല. ഞാൻ ഈ ശരീരമാണ്, മനസ്സാണ് എന്ന തോന്നലുള്ള ഒരു വ്യക്തിത്വമല്ല യഥാർത്ഥ ഞാൻ എന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ ആകാശം പോലെ പരന്ന് കടക്കുന്ന ഒരു അനുഭവമാണ് എനിക്ക് എന്ന അനുഭവം നമുക്ക് വരും. ഈ ശരീരത്തിനുള്ളിലുള്ള ഒരു വ്യക്തിയേ അല്ല ഞാൻ എന്ന ബോധ്യം നമുക്ക് വരും. ഉപനിഷത്ത് പോലും പറയുന്നുണ്ട് ബ്രഹ്മത്തിൻ്റെ ശരീരമാണ് ആകാശം. ആകാശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും മനസ്സുകൊണ്ട് സങ്കല്പിക്കാൻ പറ്റില്ലല്ലോ. ഇല്ല. ദ ഹോൾ ഓഫ് ദ കോസ്മോസ്, പ്ലാനറ്റ്സ് എല്ലാം ഉള്ളത് ആകാശത്തിലാണ്. എന്നിട്ടോ അതിന് ഒരതിരുണ്ടോ? നോ. ഈ ആകാശം എന്ന് പറയുന്നത് ബ്രഹ്മത്തിൻ്റെ ശരീരമാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഈ ആകാശത്തേക്കാൾ സട്ടിലാണ്, അതിനേക്കാൾ വിശാലമാണ് ബ്രഹ്മം. ആ ബ്രഹ്മമാണ് ഞാൻ എന്ന തിരിച്ചറിവിലേക്ക് നമ്മൾ എത്താൻ വേണ്ടിയാണ് ഈ പ്രോസസ്സ് ചെയ്യുന്നത്. സോ ദിസ് ആത്മാ ഈസ് നോട്ട് വിത്തൗട്ട്, ഇറ്റ് ഈസ് ആക്ച്വലി വിത്തിൻ. ഇറ്റ് ഈസ് വിത്തിൻ ആൻഡ് വിത്തൗട്ട്. പക്ഷെ നമുക്ക് പോകാനുള്ള ഇടം ഐ എന്ന പോയിന്റിലൂടെ മാത്രമേ ഉള്ളൂ. അത് കാരണം പുറമേ ഒന്നും അന്വേഷിച്ചാൽ ഇത് ലഭിക്കുകയില്ല. ഈശ്വരനിൽ പോലും നമുക്ക് അന്വേഷിക്കാനില്ല. കാരണം നമ്മുടെ മനസ്സിലുള്ള ഈശ്വരനാണ് നമുക്ക് അറിയൂ. അപ്പോൾ നമ്മൾ ഈശ്വരനെ വിശകലനം ചെയ്യാൻ പോയാലും നമുക്ക് അവിടേക്ക് എത്താൻ സാധിക്കില്ല. ഒരേ ഒരു മാർഗം എന്താണ്? ടേൺ വിത്തിൻ. അഹം വൃത്തിയുടെ മൂലം അന്വേഷിച്ച് മുന്നേറുക. അത്രേ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണ്? സൂക്ഷ്മമായ ബുദ്ധി കൊണ്ടാണ്. ബുദ്ധി കൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ടാണ് ജാഗ്രത അവസ്ഥയിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ എന്ന് പറയുന്നത്. ഉറങ്ങിപ്പോയാൽ ചെയ്യാൻ പറ്റില്ല. ഉറക്കം ഒരു വിഷയമാണ്. രണ്ട് വിഷയങ്ങളാണ്. ഒന്ന് ഉറക്കം, രണ്ട് ചിന്തകൾ. ഇത് രണ്ടും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് നമുക്ക് എത്തണം. നമുക്ക് ആ ഒരു ഇഷ്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും വരില്ല. ചിന്തകൾ നമ്മളെ ബുദ്ധിമുട്ടിക്കില്ല, ഉറക്കം നമ്മളെ വിഷമിപ്പിക്കില്ല. നമുക്ക് നമ്മളോട് തന്നെ ഞാൻ എന്ന സത്യസ്വരൂപമായ സച്ചിദാനന്ദം ഉണ്ടല്ലോ, അതിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള വല്ലാത്തൊരാഗ്രഹം ഉണ്ടാവും. അതിനാണ് ഭക്തി എന്ന് പറയുന്നത്. ഓക്കെ, ഉള്ളിലേക്ക് തിരികെ വേണ്ടത്. മഹർഷി പറഞ്ഞല്ലോ, വിലപിടിപ്പുള്ള ആ സാധനം കടലിൽ വീണു പോയ സമയത്ത് അത് അന്വേഷിച്ച് കടലിൻ്റെ ആഴങ്ങളിലേക്ക് ഊളിയിട്ട് ഇറങ്ങി കണ്ടെത്തുകയാണ്. ഇതാണ് ആത്മവിചാരം. നമ്മൾ അന്തർമുഖമായി നമ്മുടെ ഹൃദയത്തിലേക്ക് മുങ്ങുകയാണ് വേണ്ടത്. ജ്ഞാനമാർഗത്തിൽ നമ്മുടെ ഉപാസന ഇത് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. ലോകവിഷയങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെ തിരിയാൻ നമ്മൾ അനുവദിക്കുന്നില്ല. അതെല്ലാം നേത്തി എന്ന് പറയും. നേതി എന്ന് പറഞ്ഞാൽ നാ ഇതി എന്നാണ്, നോട്ട് ദിസ് എന്നാണ്. ഇതൊന്നുമല്ല എനിക്ക് താല്പര്യം, അതിനോടൊക്കെ ഞാൻ താല്പര്യം കാണിക്കുന്നില്ല. അതാണ് വൈരാഗ്യം. എന്നിട്ട് ഞാൻ വിവേകം എന്ന ഡിസ്ക്രിമിനേറ്റീവ് ടെൻഡൻസി ഉപയോഗിച്ച് സത്വസ്തുവായ എന്നിലേക്ക് തന്നെ തിരിയുന്നു. വിതൗട്ട് സേയിങ് ഐ by mouth, investigating with an inward thinking mind, whence the I arises, alone is jnana. 29ാമത്തെ വേഴ്സിൽ മഹർഷി പറയുന്നുള്ളത് 40. ഞാൻ എന്ന് വായ കൊണ്ട് പറയാതെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന മനസ്സോടെ ഞാൻ എവിടെ നിന്നാണോ ഉണ്ടാകുന്നത്, ഉത്ഭവിക്കുന്നത്, അതന്വേഷിക്കുന്നത് മാത്രമാണ് ജ്ഞാനം. എലോൺ എന്ന് പറഞ്ഞു. വേറൊരു വഴിയിലൂടെയും ഇത് കിട്ടില്ല എന്ന് അടിവരയിട്ട് പറയാണ് രമണ മഹർഷി. ഐ ആം ദാറ്റ് എന്ന അനുഭവമാണ് നമുക്കപ്പോൾ ഉണ്ടാവുക. ഞാൻ എന്ന് പറയുന്ന ആ സത്യസ്വരൂപമുണ്ടല്ലോ, നിത്യ ശുദ്ധ ബുദ്ധമുക്ത ബോധം എന്ന് പറയും. ഐ ആം ദാറ്റ് എന്ന അനുഭവമാണ്. ദാറ്റ് ഈസ് ജ്ഞാന. സോ ലെറ്റ്സ് മെഡിറ്റേറ്റ്. കണ്ണുകൾ അടച്ചുകൊണ്ട്
ഇപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ കേട്ട കാര്യങ്ങളെല്ലാം വീണ്ടും ഒന്ന് നമ്മൾ ഓർത്തെടുക്കാൻ പോവുകയാണ്. ആ അറിവിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഉള്ളിലേക്ക് തിരിയുകയാണ്. ആത്മവിചാരം. ആത്മവിചാരം എന്ന് പറഞ്ഞാൽ ഞാൻ ആര് എന്ന ചോദ്യത്തിലേക്ക് ആഴ്ന്നിറങ്ങാനുള്ള ഒരു താല്പര്യമാണ്. അതിനു മുമ്പ് തുടക്കത്തിൽ ഇന്ന് ചില ജാഗ്രതാ നിർദ്ദേശങ്ങളുണ്ടായല്ലോ, അതൊന്ന് മനസ്സിൽ ഉറപ്പിക്കണം. സോ ദാറ്റ് നമ്മൾ കൃത്യമായ ട്രാക്കിലൂടെ ഉള്ളിലേക്ക് ഇറങ്ങാൻ കഴിയുമെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ്. നമ്മൾ ആദ്യം പറഞ്ഞു, ഡു നോട്ട് ലുക്ക് ഫോർ എ സ്പെഷ്യൽ എക്സ്പീരിയൻസ്. പ്രത്യേകമായ അനുഭവം ഒന്നും തേടരുത്. വെളിച്ചമോ ശബ്ദമോ ആനന്ദമോ ലഭിക്കണം എന്ന ഒരു ആഗ്രഹമുണ്ടായാൽ നമുക്ക് നമ്മിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ബുദ്ധിമുട്ടുണ്ടാകും. പുതിയതൊന്നും കണ്ടെത്താനുള്ള വഴിയല്ല ആത്മവിചാരം. ഇപ്പോൾ ഉള്ളതിനെ തിരിച്ചറിയുന്ന പ്രക്രിയയാണ് ആത്മവിചാരം. 2, മനസ്സിലെ ചിന്തകളെ നിർത്താൻ ശ്രമിക്കരുത്. ഡു നോട്ട് ട്രൈ ടു സ്റ്റോപ്പ് യുവർ തോട്ട്സ്. ചിന്തകൾ വരും പോകും. നമ്മൾ ചെയ്യേണ്ടത് ചിന്തയുടെ വേരിലേക്ക് പോകാനുള്ള ശ്രമമാണ്. 3, ഞാൻ ആര് എന്ന ചോദ്യം ഒരു മന്ത്രം പോലെ ഉരുവിടരുത്. ഡു നോട്ട് മേക്ക് ഇറ്റ് എ മെൻ്റൽ മന്ത്ര. ഹു എം ഐ എന്ന് പറയുന്നത് ഒരു സെൻറ്റൻസ് അല്ല, ഒരു ക്വസ്റ്റ്യൻ അല്ല. നിങ്ങളുടെ ശ്രദ്ധയെ ഉള്ളിലേക്ക് തിരിക്കുന്നതിനുള്ള ഒരു അസ്ത്രമാണ് ഹു എം ഐ. 4 നമ്മൾ കണ്ടു, ഈ വിചാരം ചെയ്യുന്ന സമയത്ത് ഒരു പ്രത്യേക ശരീരഭാഗത്തോ അല്ലെങ്കിൽ ചക്രയിലോ നെഞ്ചിലോ ശ്രദ്ധയെ പതിപ്പിച്ചു വയ്ക്കാൻ ശ്രമിക്കരുത്. ഡു നോട്ട് ഫോക്കസ് യുവർ അറ്റൻഷൻ ഓൺ എ പെർട്ടിക്കുലർ ലൊക്കേഷൻ ഇൻ യുവർ ബോഡി ഓർ മൈൻഡ്. ഈ ഞാൻ എന്ന അഹങ്കാരത്തിൻ്റെ ഉറവിടം എവിടെയാണോ അവിടേക്കാണ് നമ്മൾ നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകേണ്ടത്. 5, ഡു നോട്ട് എക്സ്പെക്റ്റ് റിസൾട്ട്സ്. എന്തെങ്കിലും ഫലം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വിചാരം ചെയ്യരുത്. തുറന്ന ശുദ്ധമായ മനോഭാവം, അത് മാത്രമാണ് ആവശ്യം. 6, ഡോണ്ട് ഫിലോസഫൈസ്. നമ്മൾ പഠിച്ച തത്വചിന്തകളോ ഗ്രന്ഥങ്ങളിലെ അറിവോ ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കരുത്. ദാറ്റ് ഡസൻറ്റ് ഹെൽപ്പ്. അഹംവൃത്തി, ഞാൻ എന്ന ഉറവിടത്തിലേക്ക് നമ്മൾ ശ്രദ്ധയെ കൊണ്ടുപോകുന്നു. ഈ അഹംവൃത്തി എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന പ്രഥമ ചിന്തയാണ്. അത് ഉയർന്നു വരുമ്പോൾ മാത്രമാണ് ബാക്കിയെല്ലാം ഉണ്ടാകുന്നത്. നമ്മുടെ കർമ്മങ്ങളും നിലനിൽക്കുന്നത് ഈ ഞാൻ എന്ന വൃത്തിയിൽ ആണ്. നമ്മുടെ ഓരോ ചിന്തയും നമ്മുടെ തീരുമാനങ്ങളും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ കാരണവും എല്ലാം വരുന്നത് വാസനകളിൽ നിന്നാണ്.
അപ്പോൾ നമ്മൾ ഓരോ വിഷയവും എടുത്ത് വിചാരം ചെയ്യുമ്പോൾ എത്തുന്ന പോയിൻ്റ് എന്ന് പറയുന്നത് ഈഗോ ചലിക്കാൻ കാരണമായ വാസനകളിലേക്ക് തന്നെയാണ്. ചിന്തകളും വാസനകളും ആരുടേതാണ്? എൻ്റേതാണ്. എങ്കിൽ ആരാണ് ഈ ഞാൻ? അന്വേഷിക്കുക. എല്ലാ കർമ്മങ്ങളും ചെയ്യുന്ന, എല്ലാ ചിന്തകളും അനുഭവിക്കുന്ന ഞാൻ ആരാണ്? ഹൂ am I? ഇതന്വേഷിച്ചുകൊണ്ട് അഹംവൃത്തിയുടെ മൂലത്തിലേക്ക് പോവുക. ഈ വാസനകൾ ലയിച്ചു ചേരുന്ന കേന്ദ്രത്തിലേക്ക് തിരിയുക. പൂക്കുറ്റിയുടെ ഉദാഹരണത്തിൽ പൂക്കുറ്റിയുടെ അകത്തുള്ള മരുന്നാണ് വാസന. ലോകവിഷയങ്ങളിലുള്ള അനുഭവങ്ങളിലേക്ക് നമ്മെ എത്തിക്കുന്നത് നമ്മുടെ വാസനകളാണ്. എല്ലാത്തിനും കാരണം ഞാൻ എന്ന തോന്നൽ. അതാണ് ഈഗോ, അഹങ്കാരം. മഹർഷി പറയുന്നു, അഹങ്കാരമുണ്ടായാൽ എല്ലാം ഉണ്ടായി. അഹങ്കാരം ഇല്ലെങ്കിൽ ഒന്നുമില്ല. ഈ അഹം എന്ന ഞാൻ തന്നെയാണ് എല്ലാം. അപ്പോൾ എല്ലാ ചിന്തകളുടെയും ഉറവിടം ഈ ഞാൻ എന്ന ചിന്തയാണ്. മറ്റേതെങ്കിലും ചിന്തകൾ വരുമ്പോൾ, ഉദാഹരണത്തിന് എനിക്ക് ദേഷ്യം വരുന്നു എന്ന ചിന്ത വന്നാൽ ഉടൻ ചോദിക്കണം, ആർക്കാണ് ഈ ദേഷ്യം വരുന്നത്? ഉത്തരം എനിക്ക് എന്നാകുമല്ലോ. അപ്പോൾ ആരാണ് ഈ ഞാൻ? ഏതെങ്കിലും തരത്തിൽ ഈ ചോദ്യത്തിന് മനസ്സിൽ ഉത്തരം തേടുന്നുണ്ടോ എന്ന് നോക്കണം. മനസ്സിലുള്ള ഉത്തരമല്ല നമുക്ക് വേണ്ടത്. ഞാൻ ആര് എന്ന ചോദ്യത്തിൻ്റെ ഒരു ഉൾപ്രേരണയുണ്ടല്ലോ, അതുപയോഗിച്ച് ശ്രദ്ധയെ ഞാൻ എന്ന തോന്നലിൻ്റെ മൂലസ്ഥാനത്തേക്ക് തിരിക്കണം.
ചിന്തകളെ ശ്രദ്ധിക്കാതെ ചിന്തയുടെ ഉടമസ്ഥനായ ഞാൻ എന്ന അഹംവൃത്തി. Place your attention there. ആ അഹംവൃത്തിയുടെ മൂലം ആഴത്തിൽ ശ്രദ്ധിക്കുക. മനസ്സ് വിഷയങ്ങളിലേക്ക് പോയാൽ വിഷമിക്കേണ്ടതില്ല. ഇതല്ല നേതി എന്ന ധാരണയോടുകൂടി ഞാൻ എന്ന കേന്ദ്രത്തിലേക്ക് തിരിയുക. ശരീരം ഞാനല്ല, ഇന്ദ്രിയങ്ങൾ ഞാനല്ല, പ്രാണൻ ഞാനല്ല, മനസ്സോ ബുദ്ധിയോ ഞാനല്ല, ഉള്ളിലുള്ള അറിവില്ലായ്മയും ഞാനല്ല. പിന്നെ ഞാൻ ആരാണ്? Turn your attention within. വിലപ്പെട്ട ഒരു സാധനം കുളത്തിൽ വീണുപോയാൽ ആ കുളത്തിൽ മുങ്ങി ആ സാധനം എടുക്കുന്നത് പോലെ നിങ്ങളുടെ ശ്രദ്ധയെ അന്തർമുഖമായി ഉള്ളിലേക്ക് തിരിച്ച് നിങ്ങളുടെ ഹൃദയത്തിലേക്ക്, ആത്മചൈതന്യമാകുന്ന കേന്ദ്രത്തിലേക്ക് മുങ്ങണം. Take your attention deeper and deeper. ഞാൻ എന്ന അഹങ്കാരം അതിൻ്റെ ഉറവിടമായ ആത്മസ്വരൂപത്തിൽ ലയിക്കുന്നതുവരെ വിചാരം തുടർന്നുകൊണ്ടേയിരിക്കുക. ശ്രദ്ധയോടെ, ജാഗ്രതയോടെ. ഇതൊരു ഉപാസനയാണ്. യഥാർത്ഥ ഞാൻ ആകുന്ന ആത്മസ്വരൂപത്തിൽ ഉറച്ചു നിൽക്കുന്ന ഉപാസന.
പതുക്കെ സമയമാകുമ്പോൾ കണ്ണുകൾ തുറക്കാം. താങ്ക് യു.